ഇപ്പോൾ ഫോക്കസിൻ്റെ സൈറ്റിൽ മുമ്പ് ഉണ്ടായിരുന്നു വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിതിൽ മെയിനായിട്ട് വന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ നമുക്ക് എൻക്വയറി ചെയ്യാണ് ഇന്ന കിലോമീറ്ററിൽ അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിലുള്ള കുറച്ച് വെഹിക്കിൾസ് വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്കത് ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ട് ആ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഹുണ്ടായിൻ്റെ ഏതൊക്കെ വണ്ടിയാണെന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് അത് മാർക്ക് ചെയ്തിട്ട് ഈ ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട വണ്ടികൾ മാത്രമായിട്ട് കിട്ടും. ഓക്കെ. അതായത് ഏത് ബ്രാൻഡിൽ ഏത് വണ്ടികളാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം സ്പെസിഫിക് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ടീമിന്റെ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പാക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സെയിൽസ് പേഴ്സൺ വിളിച്ച് സംസാരിച്ച് ആ സാർ ഞാൻ വാട്സാപ്പിൽ അയക്കട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ചെറുപ്പറ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ആവശ്യമില്ല. കസ്റ്റമർക്ക് അവിടെ എന്താണ് ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ട് കമ്മിയാവും. അതേപോലെ തന്നെ അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ വരികയാണ്, ഇപ്പോൾ എനിക്ക് ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്കൊരു 2018 ശേഷമുള്ള വണ്ടികളൊന്ന് ഫോട്ടോസ് അയക്കുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ഫിൽറ്റർ ചെയ്തിട്ട് ആ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 2017 ശേഷം നമുക്ക് സ്റ്റോക്കുള്ള ഇന്നോവ ക്രിസ്റ്റ കംപ്ലീറ്റ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിന്ന് കസ്റ്റമർക്ക് പറ്റിയൊരു വണ്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ അതിലാൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആൾക്ക് എന്ത് ചെയ്യും, ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യുന്ന കൺഫർമേഷൻ മെസ്സേജ് വാട്സപ്പിൽ വരും. നമ്മൾ സ്റ്റാഫ് ഇവിടെ നിന്ന് വിളിക്കും. ഒന്നെങ്കിൽ നമുക്ക് ഒരു സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ആൾക്ക് ഇവിടെ വന്നിട്ടോ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി വാങ്ങാം. അപ്പോൾ ഒരു 90% നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തും എഫേർട്ട് കുറഞ്ഞു, കസ്റ്റമർക്കും തന്നെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ അപ്ഡേഷനിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത്.